ഇത്രയും ഒരു ടൈറ്റ് ആയിട്ടുള്ള റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇതില് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രോഡ്സ്റ്റേഴ്സ് ഉണ്ടാവുന്നത്? ആളുകളുടെ കുഴപ്പമാണോ അതോ ഇതിന് ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണോ? എന്തായിരിക്കാം അത് ഈ ഫ്രോഡായിട്ടുള്ള ആൾക്കാരെല്ലാം വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയക്കകത്ത് നിന്നുണ്ട്. ഓസ്ട്രേലിയക്കകത്ത് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാരും തന്നെ രഹസ്യമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വന്ന ഇപ്പം ഈ നേഴ്സസ് കുറെ പേര് ന്യൂസിലാൻഡിൽ നിന്ന് വരുന്ന കുറെ നേഴ്സസ് അവിടുത്തെ ക്യാപ്പ് ചെയ്തത്. അപ്പൊ അവര് അങ്ങനെയുള്ളവരെ തട്ടിപ്പിന് പെട്ടെന്ന് ഇരയാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി കുറെ പൈസ സ്പെൻഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ എവിടെ നമുക്ക് പൈസ സേവ് ചെയ്യാന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അവർ ഓക്കെ. നോക്കുമ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ പറയും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ അൺമാർക്ക് സ്കിൽ അസസ്മെന്റ് ഞങ്ങൾ ചെയ്തു തരാം, ഇത്ര ചെറിയ പൈസ. കാരണം അതിപ്പോൾ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അവരുടെ യൂസർ അക്കൗണ്ടിൽ നിന്നായിരിക്കും ഇവർ കയറി ചെയ്യുന്നത്. അപ്പം കിട്ടുന്ന റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അത് മുഴുവനും ഭയങ്കര റിസൾട്ട് വളരെ ബാഡായിട്ട് കുളമായിട്ട് കിടക്കുന്നത്. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പല ഏരിയയിലും ഉണ്ട്. പിന്നെ നമുക്ക് ചില ബ്ലോഗർമാരെന്ന് പറയുന്നവരും ഇതുപോലെ തന്നെ അവരുടെ ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ഈ വിസയുടെ ഓരോ വിസയുടെ ഇവിടെ വന്ന മെയ്റ്റ്സ് വിസ, അപ്പൊ അതെല്ലാം എങ്ങനെ എൻട്രി ചെയ്യണമെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഇതിനകത്ത് കാണിച്ചു കൊടുക്കും. പക്ഷെ എന്താ ലാസ്റ്റ് അവർ പറയും ഞങ്ങളൊരു മൈഗ്രേഷൻ ഏജന്റ് അല്ല, നിങ്ങളൊരു മൈഗ്രേഷൻ കൺസൾട്ടന്റിനെ കാണണമെന്ന് ലാസ്റ്റ് പറയും, എല്ലാം പറഞ്ഞിട്ട് പറയും. പക്ഷെ ഓക്കെ. ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാരെല്ലാവരും അത് വെച്ച് ഫോളോ ചെയ്യും. പക്ഷെ എലിജിബിൾ അല്ല. ഈ മേക്സ് വിസയിൽ ഈ പ്രാവശ്യം ഇൻവിറ്റേഷൻ കിട്ടിയ ആരും തന്നെ എലിജിബിൾ അല്ലായിരുന്നു. എല്ലാവരും $25 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തു. കിട്ടിയത് ആരും എലിജിബിൾ അല്ല. ഞാൻ പറഞ്ഞ ഫ്രോഡായിട്ടുള്ളവർ ഓസ്ട്രേലിയയിൽ അധികം കുറവാണ്, നാട്ടിലുള്ളവരാണ് അധികം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു റൂൾസ് ആരെയും നോക്കേണ്ട കാര്യമില്ല, അവരൊന്നിനോടും പോകണ്ടല്ലോ. ഓക്കെ. ഓസ്ട്രേലിയയിൽ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസ് ആണ്. ഒഫൻസ് ആണ്. നമുക്ക്